ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് ചീരയും അവിയലൊക്കെ വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ചീരയ്ക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ അവിയലും വയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കി. പിന്നെ വലിയൊരു മീൻ കിട്ടി, ചൂര മീനാണ് കിട്ടിയത്. അപ്പോൾ അതിന് ഞാൻ പൊടികളിട്ട് കുറച്ച് എണ്ണയും ഉലുവയും ചെറിയ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് 2 ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ആ പൊടികളെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറുന്നത് വരെ ഇളക്കണം. അതിനുശേഷം ഞാൻ കഴുകി വെച്ചിരിക്കുന്ന മീനൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയായിരുന്നു. ചൂര മീനാണ്, വലിയ തലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കുകയായിരുന്നു. എന്നിട്ട് അത് ഇതുമായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ വലിയ വാളൻ പുളിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. കുടംപുളി ഇല്ലായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറേശ്ശെ ആയിട്ട് വേവിച്ചെടുക്കണം. ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയായിരുന്നു. പിന്നെ കുറച്ച് മുരിങ്ങക്കായും കൂടെ ഇട്ട് കൊടുത്ത്. പിന്നെ കുറച്ചെടുത്ത് അച്ചാറിന് വേണ്ടി വറുക്കാൻ മുളകൊക്കെ പുരട്ടി വെച്ചേക്കാണ്. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. പാത്രം ചൂടായപ്പോഴാണ് ഓയിൽ ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് ഓരോ മീനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി റെഡിയായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് മോര് കറി വയ്ക്കാൻ ചെറിയ ഉള്ളിയും കുറച്ച് കടുകൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എണ്ണയിൽ. മോരിന് വേണ്ടി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളകും ഇട്ട് കൊടുത്ത് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മോര് ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ചെറിയൊരു ചൂട് മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വറുത്ത മീനിൻ്റെ ആ എണ്ണയിൽ തന്നെ കടുകും ഇട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കണം. അതിന് മുമ്പ് ഞാൻ ഒന്ന് വാട്ടിയെടുക്കുകയായിരുന്നു വെളുത്തുള്ളി. പിന്നെ മഞ്ഞൾപ്പൊടിയും നമ്മുടെ എരിവിനാവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാനൊരു 2-3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയായിരുന്നു. നമ്മുടെ പിക്കിളിന് നല്ല എരിവ് വേണമല്ലോ. പിന്നെ ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒന്ന് യോജിപ്പിച്ച് വരണം. പിന്നെ ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് 2-4 സ്പൂൺ വേണം. പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചൂര മീൻ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതൊക്കെ ഇതിലോടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ശർക്കര ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. അതൊരു 1/4 ടീസ്പൂൺ മതിയായി. ഇപ്പോൾ നമ്മുടെ അച്ചാറും റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ.